ഹലോ, എപ്പോഴും എവിടെയും വൈകി എത്തുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ബന്ധു നിങ്ങൾക്കുണ്ടോ? ഇനി നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കാണണം. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു, ഒരു ലേറ്റ് കമർ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞാനത് മനഃപൂർവ്വം മാറ്റിയെടുത്തതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റായിരുന്നു അത്. എവിടെയെങ്കിലും പോകാൻ ഞാൻ ലേറ്റ് ആവും, അദ്ദേഹത്തിന് അവിടെ നേരത്തെ എത്തണം, 5-10 മിനിറ്റ് മുമ്പേ എത്തുന്ന ശീലം. ഞാൻ എപ്പോഴും ലേറ്റ്, എപ്പോഴും ക്ലാഷ്. പിന്നെ എനിക്ക് തന്നെ തോന്നി ഇതൊന്നും മാറ്റിയെടുക്കണം. ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും എനിക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കണം. ഞാൻ മനഃപൂർവ്വം അത് മാറ്റിയെടുത്തു. ജോലിക്കാണെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനുകൾക്കാണെങ്കിലും മറ്റുള്ളവരെ മീറ്റ് ചെയ്യാനാണെങ്കിലും ലേറ്റായിട്ട് മാത്രമേ ചിലരെത്തത്തുള്ളൂ. 10 മണിക്ക് ഒരാളുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ നമുക്ക് 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ അവരെ 11:30 നോക്കിയാൽ മതി. അതൊരു ശീലമാണ് ചില ആൾക്കാരുടെ. മനഃപൂർവ്വം ഇങ്ങനെ വൈകി എത്തുന്നതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇതും ഒരു മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പം നമുക്ക് എന്താ അതിൻ്റെ കാര്യമെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു സ്വഭാവം കൊണ്ട്, ഈ ഒരു ശീലം കൊണ്ട് ആ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വ്യക്തിക്ക് പല നഷ്ടങ്ങളും. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണ്, ആ മീറ്റിങ്ങിൻ്റെ ആദ്യ ഭാഗങ്ങൾ നഷ്ടപ്പെടും. അത് വലിയൊരു നഷ്ടമായിരിക്കും ചിലപ്പോൾ. അതുപോലെ ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുമ്പം അത് ലേറ്റായിപ്പോയാൽ റിലേഷൻഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ സ്വഭാവം മാറ്റിയെടുക്കണ്ടേ? അപ്പം നമുക്ക് നോക്കാം. ഈ ലേറ്റ് കമേഴ്സിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട്, പലതരം പേഴ്സണാലിറ്റികൾ. ഒന്നാമത്തെ ടൈപ്പാണ് ദ ഡ്രീമേഴ്സ്. ഇവർക്ക് സമയത്തെക്കുറിച്ച് തെറ്റായ ഒരു കണക്കൂട്ടലാണ്. 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇവർ പറയും 2 മിനിറ്റ് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും. ഒരു അമിത ശുഭപ്രതീക്ഷയുള്ളവരാണ്. ഒരു ജോലി തീർക്കാൻ എത്ര സമയം എടുക്കുന്നു അതിനെ അവർ തെറ്റായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ 10 മണിക്കൊരു സ്ഥലത്തെത്തണം, അവർ 9:45 ചിന്തിക്കുന്നത്. എന്താ, ഇനി കുളിക്കണം, ഡ്രസ്സ് മാറണം, ഭക്ഷണം കഴിക്കണം, ബാഗ് റെഡിയാക്കണം, വിത്തിൻ സെക്കൻഡ്സ് ഞാൻ റെഡിയാവും. എന്നാൽ അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാനുള്ള ഒരു സാധനം സ്ഥലം മാറിയിരുന്നാൽ അത് കണ്ടെടുക്കാൻ ഇങ്ങനെയൊക്കെ സമയം പോകില്ലേ? ഇതൊന്നും അവർ ചിന്തിക്കില്ല. അവർ ലേറ്റ് ആവുകയും ചെയ്യും. ഇത് സ്ഥിരം ഒരു പാറ്റേൺ ആയിട്ട് മാറുകയും ചെയ്യും. അത് മാത്രമല്ല, സമയത്തെക്കുറിച്ച് ബോധമില്ല, എന്താണ് ടൈം ബ്ലൈൻഡ്നെസ് ആണെന്ന് പറഞ്ഞവർക്ക്. അപ്പോൾ ഇവർ ചെറിയ ചെറിയ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കൂടി ഈ കൂട്ടത്തിൽ ശ്രമിക്കും. അത് അന്നേരം ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, എന്നാലും അതും കൂടെ അങ്ങ് ചെയ്തേക്കാം, സമയമുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർ നിൽക്കും. സമയം പോവും, ലേറ്റ് കമറായിട്ട് മാറുകയും ചെയ്യും. അടുത്ത ഒരു കൂട്ടരുണ്ട്, ദ ഇൻറ്റൻഷണൽ വൺ. അവർ കൃത്യസമയത്തൊക്കെ റെഡിയാകും, കൃത്യസമയത്ത് ഇറങ്ങാനും അവർക്കറിയാം. പക്ഷേ ഡ്രസ്സ് ചെയ്തെല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇവരൊന്ന് ആലോചിക്കും, ഇപ്പം ഞാൻ അവിടെ ചെന്നാൽ ആരും കാണില്ല, ഞാൻ മാത്രം നേരത്തെ ചെന്നാൽ അത് ബോറാവും, അവിടെ ബോറടിച്ചിരിക്കേണ്ടി വരും. അത് മാത്രമല്ല, ഞാൻ ചെല്ലുന്നത് ആരും കാണുന്നില്ലല്ലോ, ഇച്ചിരി ലേറ്റായിട്ട് ചെന്നാലും 4 പേര് കാണുകയും ചെയ്യുമല്ലോ. ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസൻസ് വേണമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിച്ചിട്ട് ഈ നേരത്തെ എത്തുന്നത് അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തുന്നത് ഒരു സമ്മർദ്ദമായിട്ടാണ് ഇവർ കാണുന്നത്. അവരങ്ങനെ അങ്ങ് ലേറ്റ് ആകും. അതാണ് ഇൻറ്റൻഷണൽ വണ്ണിൻ്റെ പ്രത്യേകത. അടുത്തതാണ് ഓവർ തിങ്കേഴ്സ്. ഇവർ വൈകുന്നത് മടികൊണ്ടല്ല, ഇവരുടെ ചില ചിന്തകളാണ്. ഇവർ പെർഫെക്ഷനിസ്റ്റുകളാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധം പിടിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ കൂടുതൽ സമയം ചെലവഴിക്കും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യത്തിൽ വൈകി പോവുകയും ചെയ്യും. അത് പറഞ്ഞപ്പോഴാണത്തെ ചില ആളുകളുണ്ട്, കുളിച്ച് ഡ്രസ്സ് മാറാൻ വരുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, ഏത് കളർ ഇടണം, സാരിയാണോ വേണ്ടേ, ചുരിദാറാണോ വേണ്ടേ, ഈ ചെരുപ്പ് അതിന് മാച്ചാകുമോ, ഈ ഷൂസ് അതിന് മാച്ചാകുമോ, ഇനി അവിടെ ചെന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങും. ഇവർക്ക് ആത്മവിശ്വാസം കുറവുള്ളവരാണ്. ചെല്ലുന്ന ഇടങ്ങളിൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ പെർഫെക്ഷനിസവും ഈ ആത്മവിശ്വാസക്കുറവും കൂടെ വരുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എല്ലായിടത്തും ലേറ്റ് ആവും. മാത്രമല്ല, ഇവർ വീടൊക്കെ പൂട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഉടനെ ചിന്തിക്കും, അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തോ, ഓടിപ്പോവും, വീണ്ടും തുറക്കും, അത് നോക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും, അയ്യോ അയൺ ബോക്സ് ഓഫ് ആയോ, ഉടനെ വീണ്ടും പോയി അത് ചെയ്യും. ഇങ്ങനെ ഒരുപാട് സമയം ഇവർ കളയുന്നുണ്ട്. അതാണ് ഈ ഓവർ തിങ്കേഴ്സ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കൂട്ടരുണ്ട്, റിബൽസാണ്. ദ റിബൽസ്. അവർ അല്പം ഡേഞ്ചറസാണ്. അവർക്ക് ഈ നിയമങ്ങളോടും സമയക്രമത്തോടും ഒക്കെ എതിർപ്പാണ്. ഈ സമയത്ത് 9:30 എന്തിനാ അത് മീറ്റിംഗ് വെച്ചത്, ഒരു 10 വെച്ചാൽ പോരെ, എന്നെ ആരും നിയന്ത്രിക്കേണ്ട എന്നൊരു ചിന്ത അറിയാതെ മനസ്സിലുള്ളവരാണ്. ഇവർ ലേറ്റായിട്ട് വന്നവർക്ക് ഒരു കുറ്റബോധവും ഇല്ല. എത്ര ലേറ്റായിട്ടാണെങ്കിലും ഇവർ ആളുകൾ ഇരിക്കുന്നതിനിടയ്ക്കൂടെ കൂളായിട്ട് നടന്നുപോയി അവരുടെ സീറ്റിലിരിക്കും.
എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ലേറ്റാകുന്നു. ഇത് ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അടുത്ത ഒരു വിഭാഗമുണ്ട്, ദ ഓവർലോഡേഴ്സ് എന്ന് പറയും. മറ്റുള്ളവരോട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവർ, ഈ പരോപകാരികൾ അല്ലെങ്കിൽ പരസഹായികൾ എന്നൊക്കെ പറയുമല്ലോ. ഇവർ റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കും. ചിലപ്പം വീട്ടിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ ഏതെങ്കിലും സുഹൃത്തുക്കളായിരിക്കും. പിന്നെ അത് ചെയ്തിട്ടേ ഇറങ്ങും. സമയം കുറവാ, എത്താൻ ലേറ്റാവും എന്നറിയാമെങ്കിലും സഹായം ചെയ്യും. കാരണം സഹായം ചെയ്തില്ലേ മറ്റേയാൾക്ക് വിഷമമായാലോ, ആരെയും വിഷമിപ്പിക്കാൻ ഇവർ തയ്യാറല്ല. അതുകൊണ്ട് കൃത്യസമയത്ത് ഇറങ്ങില്ല, ചെല്ലേണ്ടടുത്ത് ഇവർ ലേറ്റാവുകയും ചെയ്യും. അടുത്തതൊരു പ്രതിരോധ മനോഭാവമുള്ളവരാണ്. ഇവർ അവസാനം വരെ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിവെക്കും. സമയമുണ്ടല്ലോ, പോകാം, പിന്നെ പോകാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് മൊമെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ആവേശം, ഇത് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല കേട്ടോ, അറിയാതെ സംഭവിക്കുന്നതാണ്. കാര്യങ്ങളിങ്ങനെ തിടുക്കത്തിൽ ടെൻഷനിലടിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യുമ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന രാസവസ്തു ഇവരുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അഡ്രിനാലിൻ റഷ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ശീലമാണെങ്കിലോ ഇതവരുടെ ശരീരത്തെയും മനസ്സിനെയും മോശമാക്കുന്നു. അതിവരറിയുന്നില്ല, ഇവർ അങ്ങനെ ചെയ്യൂ. അത് മാറ്റിയെടുക്കണമെങ്കിൽ മനഃപൂർവ്വം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം ശ്രദ്ധ വെച്ചാൽ, അല്പം എഫർട്ട് നമ്മൾ എടുക്കുക, മനസ്സ് വെച്ചാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, എവിടെയും അപ്പോയിൻമെൻറ്റിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എത്തും എന്ന് സ്വയം ഉറപ്പിക്കുക. അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇത്ര മണിക്കാണ്, ഞാനൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ എത്തും എന്ന് മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ തലേ ദിവസം തന്നെ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കുക. അപ്പോൾ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടണ്ട. സ്ത്രീകളെ സംബന്ധിച്ചാണ് സാരി ബ്ലൗസ് എല്ലാം ഒന്ന് അയൺ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് ഒരേ സ്ഥലത്ത്. പുരുഷന്മാർക്കാണെങ്കിലും അത് അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചാൽ എളുപ്പമല്ലേ, കിടന്ന് ഓടേണ്ട കാര്യമുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഫോണിൽ അലാറങ്ങളൊന്ന് ക്രമീകരിച്ച് വെച്ചൂടെ? സമയത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ അത് നമ്മളെ സഹായിക്കില്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ 10 മണിക്കാണ് പോകണ്ടെങ്കിൽ ഒരു 9:30 അല്ലെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ ഒരു അലാറം വെച്ച് കഴിഞ്ഞാൽ റെഡിയാകാൻ സമയമായി, 10 മണിക്ക് അവിടെ പോകാനുണ്ട്, അലാറം വയ്ക്കുക, അതനുസരിച്ച് റെഡിയാവുക. അപ്പോൾ നമ്മൾ അങ്ങനെ അലാറം സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു നല്ല ഒരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും വേണ്ടി വരുന്ന സമയം കുറച്ച് കൂട്ടിക്കണക്കാക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അത് ചെയ്യാം എന്നുണ്ടെങ്കിൽ പോലും ഒരു 15 മിനിറ്റ് അതിനെടുക്കാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? സമ്മർദ്ദം ഇല്ലാതെ നമുക്ക് കൃത്യസമയത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കില്ലേ? അപ്പോൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കില്ലേ? അപ്പോൾ ഇനി മുതൽ എങ്ങും ലേറ്റ് കമേഴ്സ് ആവാതെ എല്ലായിടത്തും ഒരു അപ്പോയിൻമെൻറ്റിന് ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എത്തത്തക്ക രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ലേറ്റ് കമേഴ്സ് ആവാതിരിക്കുക. എല്ലായിടവും കറക്റ്റായിട്ട് തന്നെ എത്തുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.